വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഒട്ടുമിക്കവരും കേട്ടിട്ടില്ലാത്ത ഒരു സൂപ്പിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഈ പന്നൽ അത്ര നിസ്സാരക്കാരനല്ല. ഇവ കൂടുതലും കണ്ടുവരുന്നത് മരങ്ങളിൽ, കിണറുകളുടെ അകത്ത്, കുന്നം പ്രദേശങ്ങളിൽ, മതിലുകളിൽ ഒക്കെയാണ്. ഇവയുടെ കിഴങ്ങാണ് ഉപയോഗത്തിനായി എടുക്കുന്നത്. അത്രയും ഗുണമേന്മയുള്ള കിഴങ്ങാണ് ഇവയുടെ കിഴങ്ങ്. ശരീരം വേദന മാറാനും, ജോയിൻറ്റ് പെയിൻ മാറാനും, ബ്ലഡിലെ അണുബാധകളെ മാറ്റാനും, ഷുഗർ ലെവൽ കുറയ്ക്കാനും, അങ്ങനെ ഒട്ടുമിക്ക നമ്മുടെ യുവത്വം നിലനിർത്താൻ വരെ ഒരുപാട് ഉപയോഗങ്ങളുള്ള കിഴങ്ങാണ് ഈ സൂപ്പ്. കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് തമിഴ്നാട്ടിലാണ്. അവർ ഇതിന് പറയുന്നത് മുടവാട്ടുകാൽ കിഴങ്ങെന്നാണ്. അതായത് ആട്ടുംകാൽ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ആ നെയിം കിട്ടിയത്. ആടിൻ്റെ പൂട പോലെയാണ് ഇവയുടെ പുറം തോലിരിക്കുന്നത്. ഇവ ഓൺലൈനിലും അവൈലബിൾ ആണ്. സെർച്ച് ചെയ്യുമ്പോൾ അറിയാം ഇതിൻ്റെ വില. അത്രയ്ക്കും ഗുണമേന്മയുള്ള കിഴങ്ങാണിവ. നമ്മളിൽ അധികം ആർക്കും അറിയില്ലെങ്കിലും അത്രയും ഗുണമേന്മയുള്ള കിഴങ്ങ് സൂപ്പിട്ട് കുടിക്കുന്നതാണ് കാണിക്കുന്നത്. നമുക്കിത് വാങ്ങേണ്ടി വന്നില്ല. നമ്മുടെ വീട്ടിലെ മതിലിൽ തന്നെ ഇതുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ഓൺലൈനായും വാങ്ങാവുന്നതാണ്. പക്ഷേ ഓൺലൈനായി വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. ഇത് മിക്കയിടത്തും കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം ഇതിൻ്റെ ഗുണം. കട്ട് ചെയ്തെടുത്ത കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കുക. ഇതിൻ്റെ പുറത്ത് നല്ല അഴുക്കുണ്ടാവും. മാത്രമല്ല പൂട പോലെയും ഉണ്ട്. അതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കുക. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇരിക്കും. ഇനി നമ്മുടെ ഇഞ്ചി ചുരണ്ടുന്നത് പോലെ ഇത് നന്നായി വൃത്തിയാക്കി ചുരണ്ടിയെടുക്കുക. ഇതിൻ്റെ തോലെല്ലാം പോയതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. എന്നിട്ടിത് ഇഞ്ചി അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക. ഇനി ഉണ്ടാക്കുന്ന വിധം: വൃത്തിയാക്കി എടുത്ത കിഴങ്ങ് അരിഞ്ഞത്, പുതിനയില, കറിവേപ്പില, തക്കാളി, ആവശ്യത്തിനുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരുംജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ബേലീസ്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അരിഞ്ഞു വെച്ചിട്ട് ഉണ്ടാക്കാൻ താമസിച്ചത് കൊണ്ടാണ് കിഴങ്ങിൻ്റെ നിറത്തിന് ചെറിയൊരു മാറ്റം വന്നത്. ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടെ ചേർക്കേണ്ടതാണ്. പക്ഷേ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് അത് ചേർക്കാറുള്ളത്. മല്ലിയില ഇടുമ്പോൾ ഒത്തിരി ഫ്ലേവർ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണോ അതെല്ലാം ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ആവശ്യാനുസരണം, അതായത് അരയ്ക്കുമ്പോൾ നമുക്ക് ഇനി ആവശ്യം വേണമെങ്കിൽ പിന്നും വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു കുക്കറിലേക്ക് ഒഴിക്കുക. ഇനി അതിലേക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. അടുത്തതായി 1/2 സ്പൂൺ ഗരം മസാല. അടുത്തത് നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മുടെ മനസ്സിലൊരു അളവുണ്ടാവുമല്ലോ, അതിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത്. അടുത്തതായി ഇതിലേക്ക് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. വെള്ളം നിങ്ങളുടെ ആവശ്യാനുസരണം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. നമ്മൾ അരച്ചെടുത്ത ജാറ് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. കാരണം ഒട്ടും നഷ്ടപ്പെടുത്താനില്ല ഒന്നും. അത്രയും ഗുണമുള്ളതാണ് നമ്മുടെ സൂപ്പ്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 ഫിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. 1 ഫിസിലായാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എണ്ണ ആഡ് ചെയ്ത് വാട്ടിയതിന് ശേഷം വേണമെങ്കിൽ അരപ്പൊഴിച്ച് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എണ്ണ ആഡ് ചെയ്യുന്നില്ല. വെന്ത് കഴിഞ്ഞ ആട്ടുംകാൽ സൂപ്പ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി പുളി അല്പം നോക്കാം. പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തക്കാളി ഒന്നുകൂടെ ഇട്ട് 1 ഫിസിലും കൂടെ അടിച്ചെടുക്കാവുന്നതാണ്. ഇനി മേലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് സെർവ് ചെയ്യാം. ഈ സൂപ്പ് ഡെയിലി 1 ഗ്ലാസ് വെച്ച് കുടിക്കുമ്പോഴാണ് ഉപയോഗം കൂടുതൽ. അതിനാൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.